സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നത് മനുഷ്യാവകാശങ്ങളുടെയും മതവിശ്വാസത്തിൻ്റെയും നന്മയുടെയും പേരിൽ ഉയർന്ന ഒരു കഠിന പരീക്ഷണമാണ്. ദൈവത്തിനായി ജീവിതം സമർപ്പിച്ച രണ്ട് സന്യാസിനിമാരെ ഒരു കുറ്റവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നു. സഭയ്ക്കും സമൂഹത്തിനും വെളിച്ചമായി നിലകൊള്ളുന്ന ഇവരെ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ അന്ധകാരത്തിലേക്ക് തള്ളിയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുന്നു, ഈ സന്യാസിനിമാർ ആരാണ്? കർത്താവിൻ്റെ ജ്വലിക്കുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നിറവിൽ തങ്ങൾ അനുഭവിച്ച സ്നേഹവും കാരുണ്യവും അഹങ്കാരമില്ലാതെ, പ്രശസ്തിയോ അധികാരമോ തേടാതെ ജീവിതത്തിൽ പകർന്നുകൊണ്ട് നന്മയുടെ വെളിച്ചമായവരാണ്. ഇവരില്ലായിരുന്നുവെങ്കിൽ നിരവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാകുമായിരുന്നില്ല. നിരവധി രോഗികൾക്ക് ശുശ്രൂഷയും സമാധാനവും, നിരാശയിൽ കഴിയുന്നവർക്ക് ആശ്വാസവും കിട്ടുമായിരുന്നില്ല. എങ്കിലും ഇവർക്ക് കിട്ടിയത് അറസ്റ്റാണ്. അന്യായമായ വിചാരണകൾ, തടങ്കുപാളയങ്ങൾ. എന്തൊരു വിരോധാഭാസം! ഒരു നാടിൻ്റെ നന്മയും മാനവികതയും അളക്കുന്നത് നമ്മൾ എങ്ങനെ സാധുക്കളെ സമീപിക്കുന്നു എന്നതിൽ നിന്നാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം ഒരു സുപ്രധാന ചോദ്യത്തിന് മുന്നിലാണ്. ശിക്ഷിക്കപ്പെടേണ്ടത് നന്മയാണോ തിന്മയാണോ? ദൈവം അഭിഷേകം ചെയ്ത ഈ ദാസിമാരെ കുറ്റമറ്റവരായി തിരിച്ചു കൊണ്ടുവരേണ്ടത് ഭരണകൂടത്തിൻ്റെ ദൗത്യമാണ്. സത്യവും നീതിയും അന്ധതയാകുമ്പോൾ, മാനവികതയും നീതിയും നിശബ്ദമാക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ശബ്ദമായിരിക്കണം. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ നാം ഏവരും നീതിയുടെയും മനുഷ്യ അവകാശത്തിൻ്റെയും ഉറപ്പുള്ള ശബ്ദമായി മാറണം. ധീരതയോടെ അവകാശത്തിൻ്റെ വക്താക്കളായി മാറണം. സമർപ്പിതരായ നാം അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്നവരാണ്. നമുക്കിന്ന് ഭയപ്പെട്ട് മാറി നിൽക്കുവാൻ സമയമില്ല. ഇപ്പോൾ നടക്കുന്ന ഛത്തീസ്ഗഡ് സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. രണ്ട് ക്രിസ്ത്യാനികളെ, അല്ലെങ്കിൽ ചില സമർപ്പിതരെ മൃഗീയവും പൈശാചികവുമായ അസത്യ പ്രചരണങ്ങൾ നടത്തി പീഡിപ്പിച്ച് തുറങ്കലിലാക്കി എന്ന ഒരു വിഷയമായി മാത്രം ഇതിനെ കാണരുത്. ക്രൈസ്തവ വിശ്വാസികളെ ഒരു രണ്ടാം തര പൗരന്മാരാക്കി തരം താഴ്ത്തി ഇല്ലായ്മ ചെയ്യാനുള്ള കൂട്ടായ ശ്രമത്തിൻ്റെയും അതിന് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ കൊടുക്കുന്നവരുടെയും ഒക്കെ നിഴൽ രൂപങ്ങളെ തിരിച്ചറിയേണ്ടതായിരിക്കുന്നു. ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ ഹനിക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും അറിഞ്ഞില്ലെന്ന പോലെയുള്ള നിലപാട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയാണെന്ന് തിരിച്ചറിവോടെ അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ, വർഗീയ മതപീഡനങ്ങൾക്കെതിരെ നമ്മൾ ഉണരണം. നീതിയില്ലാതെ സമാധാനമുണ്ടാവുകയില്ല. ഇന്ന് ഇവർക്കായി മാത്രമല്ല, നാളെ നമ്മൾ ഓരോരുത്തരോടും ആയേക്കാവുന്ന അതേ അന്യായത്തിനെതിരെയും നമ്മൾ ശബ്ദിക്കുന്നു. ദൈവത്തിൻ്റെ ദാസിമാർക്ക് ന്യായം ലഭിക്കണം. അവരുടെ അപകീർത്തിക്ക് മാറ്റം വരുത്തണം. ഈ ലോകത്തിന് നമുക്കെല്ലാവർക്കും സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കണം, പ്രവർത്തിക്കണം. ഈ സമൂഹത്തിൽ സമാധാനത്തിൻ്റെയും നീതിയുടെയും ഭാവി ഇതിൽ ആശ്രയിച്ചിരിക്കുന്നു. അവസാനമായി ഞാൻ മനസ്സിലാക്കുന്നു, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എപ്പോഴും എളുപ്പമല്ല. പക്ഷെ അതാണ് ശരി. നാം ഉണരട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഉത്തമ പൗരന്മാരായി ജീവിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ മാത്രമല്ല, നീതിയും ആവശ്യപ്പെടുന്നവരായി മാറണം. സിസ്റ്റർ പ്രീതിയോടും സിസ്റ്റർ വന്ദനയോടും ചെയ്ത ഈ അതിക്രമം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. അവരുടെ ജാമ്യാപേക്ഷ തള്ളപ്പെട്ട ഈ സാഹചര്യത്തിൽ അവരെ വിട്ടയക്കുവാനും
കേസ് പിൻവലിക്കുവാനും നടപടികൾ ഉണ്ടാകണം. അവർക്ക് വേണ്ടി ഈ രാജ്യമൊട്ടാകെ നടക്കുന്ന പ്രതിഷേധ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭരണകൂടത്തിൻ്റെ കർണപുടങ്ങളെ തുറപ്പിക്കട്ടെ. നീതിയും ന്യായവും വീണ്ടും പുലരട്ടെ.